ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണരംഗം ഹദീസുകളിൽ കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് സഹാബാക്കൾ വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്നുണ്ടപ്പം ബാക്കിയുള്ള സഹാബാക്കൾ സ്വാഭാവികമായിട്ട് സംസാരിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. വിക്കിക്കൊണ്ട് സംസാരിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ലിമാദാ തബുക്കൂൻ, എന്തിനാ സഹാബാക്കളെ നിങ്ങൾ കരയണത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സഹാബാക്കൾ, ബിലാലെ, ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളാണ് നിങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, അത്ര ഇഷ്ടമാണ്. താങ്കളുടെ മധുരകരമായ ബാങ്കുലി കേട്ടിട്ടാണ് ഞങ്ങൾ പള്ളിക്ക് വരല്, ഞങ്ങളും കുടുംബവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാനിതാ ബിലാലിന്റെ കാലടിപ്പാദങ്ങൾ സ്വർഗത്തിൽ ശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകന്റെ വായിലൂടെ പറഞ്ഞ ആളാണ് താങ്കൾ. ആ താങ്കൾ ഞങ്ങളെ വിട്ടു പോവുക എന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അത്ര ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത് എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി എന്താ അറിയോ? എനിക്ക് സന്തോഷാണ്. എനിക്ക് സന്തോഷാണ്. എന്ത് സന്തോഷം? ഇന്ന് വൈകുന്നേരം എന്നൊക്കെ മണ്ണിലേക്ക് എടുത്തു വെക്കുന്നത് എനിക്ക് സന്തോഷാണ്. നാളെ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാര് ഖബർസ്ഥാനിലേക്ക് എന്നെ കൊണ്ടുപോകുക എന്നുള്ളത് എനിക്ക് സന്തോഷാണ്. മറ്റന്നാളിന്റെ ജീവിതത്തിൽ അവസാനത്തെ ശ്വാസവും ഭൂമിയിൽ ബാക്കിയാക്കി ഞാൻ ഇവിടുന്ന് പോകുക എന്നുള്ളത് എനിക്ക് സന്തോഷാണ്. എന്തേ കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു വാക്കെന്നറിയോ? എന്തേ കാരണം എന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ അള്ളാഹ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹ് കഴിഞ്ഞാൽ സ്നേഹിച്ചത് ആ പ്രവാചകൻ എന്നെ വിട്ടുപോയിട്ട് കുറച്ചു കാലായി. ഞാൻ ആ പ്രവാചകന്റെ മരണശേഷം ഓരോ ദിവസവും ഓരോ നിസ്കാരത്തിന് ശേഷവും ഓരോ തഹജ്ജുദിലും ഒക്കെ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നത്, അള്ളാഹുവെ, പ്രവാചകനെ വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരം നീ എനിക്ക് നൽകണമേ എന്നാണ്. അങ്ങനെ ഞാൻ ജീവിച്ചു. നബിക്ക് ശേഷം ഞാൻ ജീവിച്ചു. എന്റെ മുന്നിക്ക് പല ഹറാമും വന്നു, എല്ലാവരുടെ അടുത്തേക്ക് വരുന്ന പോലെ എന്റെ മുന്നിക്ക് വന്നു. ഞാൻ അതിലേക്ക് അടുക്കുമ്പോൾ എന്റെ ഈമാൻ എന്നോട് പറഞ്ഞു, ബിലാലെ, അതിലേക്ക് അടുക്കരുത്, അടുത്താ പിന്നെ നബിനെ കാണാൻ കഴിയില്ല. ബിലാലെ, ആ വസ്തു കൈകൊണ്ട് തൊടരുത്. ആൾക്കാരൊക്കെ തൊടും, പക്ഷെ നീ അത് തൊടണ്ട, തൊട്ടാ പിന്നെ ആ കൈകൊണ്ട് നബിനെ തൊടാൻ കഴിയില്ല. ബിലാലെ, അത് കാണണ്ട. ആൾക്കാർ പറയും, അങ്ങനെ എല്ലാം പാടെ കാണാന്നപ്പോ എങ്ങനെ ജീവിക്കാന്നൊക്കെ കേൾക്കും. ബിലാലെ, നോക്കണ്ടട്ടോ, അവിടേക്ക് നീ കാണണ്ട, കണ്ടാ പിന്നെ കണ്ടുകൊണ്ട് നബിനെ കാണാൻ കഴിയില്ല. ബിലാലെ, ഇന്ന രൂപത്ത് സമ്പാദിക്കണ്ടട്ടോ, സമ്പാദിച്ചാൽ ബാക്കിയുള്ളവരെ പോലെ ആകരുത്, നീ നോ പറയണം, നീ സമ്പാദിക്കണ്ട. അങ്ങനെ സമ്പാദിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് ഭക്ഷണം കഴിച്ച നിന്റെ ശരീരം പ്രവാചകന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് എത്തൂല. ബിലാൽ റളിയല്ലാഹു അൻഹു പറയണം, എന്റെ മുന്നിൽ എല്ലാരെ പോലെ ആറാമും തിന്നി വന്നുകണ്, ഞാൻ അതിനോട് പലതിനോടും വേണ്ട, ഞാൻ അടുക്കില്ല, ഞാൻ സമീപിക്കില്ല, ഞാൻ നിങ്ങളെപ്പോലെ ആകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ജീവിച്ചു. അതുകൊണ്ട് ഇന്നെനിക്ക് മരിക്കും എനിക്ക് സമാധാനമാണ്. ബിലാലിന്റെ കൈകൾ അള്ളാഹ്ക്ക് ഇഷ്ടല്ലാത്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. ബിലാലിന്റെ ശരീരം അള്ളാഹ്ക്ക് ഇഷ്ടല്ലാത്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. ബിലാലിന്റെ കണ്ണും ബിലാലിന്റെ നാവും ബിലാലിന്റെ ജനനേന്ദ്രിയവും പടച്ചോൻ ഇഷ്ടല്ലാത്തത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകനെ കണ്ടുമുട്ടാൻ കഴിയും എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെന്തിനാണ് ഞാൻ കരയുന്നത്? ഞാൻ മുവഹിദുകളായ MGMന്റെ ഉമ്മമാരുടെയൊക്കെ ഉമ്മാരെ നമ്മളെ വയസ്സിങ്ങനെ കണക്കൂട്ടുക, ഇങ്ങോട്ടൊരു 20 വയസ്സിന്റെ മോൾക്ക് കൂട്ടുക. 10 കൊല്ലെങ്കിലും നമുക്ക് ആയിട്ടുണ്ടാവില്ല, 5-8 കൊല്ലം ഉണ്ടാവും. ഈ 10-20 കൊല്ലത്തെ ജീവിതം കൊണ്ട് നാളെ മരിക്കുകയാണെങ്കിൽ, നമ്മൾ ജുമാക്ക് പോണോലാണ്, സമ്മേളനത്തിന് പോണോലാണ്, റമദാനിൽ നോമ്പ് നോറ്റ് പള്ളിക്കൊക്കെ വന്ന് ജമാഅത്ത് നിസ്കരിക്കണോലാണ്. നമ്മുടെ ജീവിതത്തിൽ നാളെ മരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് പടച്ചോനെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഗുരുതരമായ തെറ്റുകളിൽ നിലനിൽക്കണില്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ? ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗം ഉണ്ടാവും. അല്ല, നമുക്ക് മരിക്കാൻ പേടിയുണ്ടോ? ഞാൻ ആവർത്തിച്ചു പറയുന്നു, എനിക്കോ നിങ്ങൾക്കോ മരിക്കാൻ പേടിയുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ഉണ്ടാവുള്ളൂ, അള്ളാഹു നിരോധിച്ച ഒന്നോ അതിലധികമോ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ബാക്കിയൊന്നും കാരണമല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർ എന്താ എഴുതുണ്ടാവുക, എനിക്ക് മരിക്കാൻ പേടി, എന്റെ പേരക്കുട്ടിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മരിക്കാന്നുള്ളതാണ്. നോണയാണ്, പച്ച നോണയാണ്. ഞാൻ പറഞ്ഞ എനിക്കുണ്ടല്ലോ വല്യമ്മ, എനിക്കുണ്ടല്ലോ അമ്മ, എനിക്കുണ്ടല്ലോ പെണ്ണുങ്ങള്.
ഇന്റെ മകന്റെ വീട് പണി ഇങ്ങോട്ട് കഴിഞ്ഞാ മരിക്കാൻ ഞാൻ അമ്മാരോട് ചോദിക്കാണ്, ഇവിടെ ഇരിക്കണമാർ ഇതില് ഹജ്ജിനോ ഉംറക്കോ പോയോലെന്ന് കയ്യെന്തിച്ചാണ് പോയോല്. ഓക്കെ, അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും എന്തായിരുന്നു നിങ്ങളെ മാനസികമായ വികാരം? നൊലോൾ ചുമ്മ വെച്ച് പേരക്കുട്ടിനെടുത്ത് കെട്ടിപ്പിടിച്ച് ആഗതായി ഭയങ്കര സംഗതി. ഇവിടുന്ന് പോണത് ഭയങ്കര ഇടങ്ങേറി ആണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ നാട് വിട്ടു പോവുക, മക്കളെ പേരെ കുട്ടികളെ മരുക്കളൊക്കെ പാടെ. ഇവിടുന്ന് പോയി സങ്കടപ്പെട്ട് ഞാൻ മിനിറ്റിന് വിളിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ എത്തി കഅബ ആദ്യമായിട്ട് കണ്ട്, തവാഫ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് മക്കത്തുനിന്ന് ഹറമിൽ 5 വക്ത് നിസ്കാരം കിട്ടി. വെള്ളിയാഴ്ച ഒരു ഖുത്ബ കിട്ടി. മദീനത്തേക്ക് പോയി, അവിടെ നിന്നിട്ടൊരു ഖുത്ബ കിട്ടി, നിസ്കാരം കിട്ടി. ഓരോ വക്തിന് 1,00,000 പുണ്യം കിട്ടുന്ന നിസ്കാരം 5 നേരാണ് കിട്ടുന്നത്. സുന്നത്ത് വേറെ, തവാഫ് വേറെ, പള്ളിക്കിരിക്കണിന്റെ കൂലി വേറെ, ഖുർആനോത്ത് വേറെ, ക്ലാസ് വേറെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാന്ന് വിളിക്കും. ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ കണ്ണൊക്കെ വെള്ളം നിറച്ചാണ്ട് പടച്ചോനെ എങ്ങനെയാ മക്കനെ കാണുക എന്ന് വിളിക്കും. ഞാൻ ചോദിക്കാണ്, നമ്മൾ തവാഫ് കഴിഞ്ഞ് 5 വക്ത് ജമാഅത്ത് 3 ദിവസം കിട്ടി, ഉംറയും കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സത്യസന്ധമായിട്ട് മനസ്സോട് ഉത്തരം പറയണ്ടോ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നമ്മളോട് ഒരാൾ വന്നിട്ട് മൈമൂന ഇപ്പൊ മരിക്കുന്നതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയാ? അൽഹംദുലില്ലാ ഇപ്പൊ ഞാൻ റെഡിയാണ്. ആര് എന്റെ ഈ പേരക്കുട്ടിന്റെ കല്യാണം കഴിഞ്ഞോ? വീട് പണി കഴിഞ്ഞോ? മൂത്ത മോള് പ്രസവിക്കാൻ കഴിഞ്ഞെടുത്ത് അവൾ നിങ്ങൾ അവിടെ എത്തിയപ്പോ പ്രസവിച്ചു കഴിഞ്ഞോ? അല്ല, പിന്നെന്തേ? ഇപ്പൊ ഞാൻ അള്ളാനോട് അടുത്ത് നിൽക്കാൻ, മരിക്കാൻ പേടിയില്ല. അതാണ് കാരണം. നമ്മക്ക് മരിക്കാൻ പേടി. പേരക്കുട്ടിയൊക്കെ നോണ പറയാം. നമ്മള് വീട് പണി നോണ പറയാണ്. ഞാൻ ഇന്നെ പറ്റി പറയാം, നോണ പറയാണ്. നമ്മക്കതൊന്നുമല്ല നമ്മളെ പേടി. അറിഞ്ഞോണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നാണ് മരിച്ചാൽ പടച്ചോന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ പേടില്ല 1, 2, 10 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നും കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ. 2, റമദാൻ വരികയാണ്. അള്ളാഹു റമദാനിലേക്ക് നമ്മൾക്ക് ആയുസ് നൽകുമാറാകട്ടെ, ആരാധന ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിൽ നമ്മൾ നോമ്പ് വെച്ച് 10-20 ദിവസം നോമ്പൊക്കെ നോറ്റ് ഉച്ചകത്തെ ക്ലാസ്സിന് പങ്കെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന ദാനധർമ്മം ചെയ്ത് ഖുർആൻ 2 വട്ടം ഖത്തം തീർത്ത് നമ്മൾ അള്ളാഹിനോട് പരമാവധി ഒരു ദിവസം 10-15 മിനിറ്റെങ്കിലും സ്വകാര്യമായിരുന്ന് നമ്മളെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനത്തെ 10ക്ക് എത്തി. അവസാനത്തെ 10ൽ നമ്മൾ ഒറ്റയിട്ട രാവുകളിൽ എഴുത്തിക്കാഫ് ഇങ്ങനെ ഇരുന്ന് തറാവി നമസ്കാരത്തിന് കൂടി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മൾ രാത്രി 1 മണിക്ക് അള്ളാഹുവിനോട് എഴുത്തിക്കാഫ് ഇരിക്കുമ്പോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഒരാൾ വന്നിട്ട് ഇപ്പൊ മരിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചാലോ? അൽഹംദുലില്ലാ, മരിക്കുകയാണെങ്കിൽ ഇപ്പൊ മരിക്കണം, പെരുന്നാൾ കഴിയരുത്, കാരണം എടുത്തച്ച TV പിന്നെയും തുറക്കാനുള്ളതാണ്. പേടിയാണ്. ഇപ്പൊ മനസ്സിലായ സംഘങ്ങളെ, നമ്മക്ക് മരിക്കാനുള്ള പേടി എന്താ നമ്മളെ തെറ്റാണ്. പക്ഷെ ശൈത്താൻ നമുക്ക് സമാധാനത്തിന് ഉണ്ടാക്കി തന്നാണ് എന്ത്? പേരക്കുട്ടി, കല്യാണം, വീട്, ജോലി, പ്രസവം. റമദാനിൽ അതൊന്നും തീർന്നിട്ടല്ല നമുക്ക് ധൈര്യം. ഉംറക്കവ് മുഴുവൻ തീർന്നിട്ടല്ല ധൈര്യം. ഇതാണ് നമ്മളെ പരിശോധിക്കാനുള്ള ഒറ്റ മാർഗം. മരിക്കാൻ പോയിണ്ടോ? ഞാൻ ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി പറയാം, സഹോദരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുകയാണ്. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഫാത്തിമ ബീവിയെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെവിയിൽ 2 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യത്തിന് ഫാത്തിമ ബീവി കരഞ്ഞു, രണ്ടാമത്തേതിന് ചിരിച്ചു. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? മോളെ, വാപ്പക്ക് നല്ല വേദന തുടങ്ങുന്നുണ്ട്. വാപ്പ നിങ്ങളെ വിട്ടു പോകും എന്നാണ് വിചാരിക്കുന്നത്. വാപ്പ നിങ്ങളെ വിട്ടു പോകാണ് എന്നാണ് വിചാരിക്കുന്നത്. വാപ്പാക്ക് ഇനി ആയുസ് ഉണ്ടാവില്ല എന്നാണ് വാപ്പ കരുതുന്നത്. അപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ, മകൾ നബിന്റെ കരളിന്റെ കഷ്ണം, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കണ്ണുനീരൊന്ന് വിതുമ്പിക്കരഞ്ഞു. രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണുനീരിങ്ങനെ തുടച്ചിട്ട് ചെറുപുഞ്ചിരിയോടുകൂടി വാപ്പാന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ചിരിച്ചു. എന്താ ചിരിക്കാൻ നബി പറഞ്ഞ കാര്യം അറിയോ?
എന്താ? ഫാത്തിമ, അള്ളാഹ് വഹി എനിക്ക് നൽകിയിരിക്കുന്നു കേട്ടോ. നമ്മളെ കുടുംബത്തിന്ന് വാപ്പ മരിച്ചാ പിന്നെ നമ്മളെ കുടുംബത്തിന്ന് അടുത്തതായി ആദ്യം മരിക്ക മോളായിരിക്കും അള്ളാഹ് വഹി നൽകിയിരിക്കണ്. ഫാത്തിമ ബിബി ചിരിച്ചു, അൽഹംദുലില്ലാ പറഞ്ഞിട്ട്. നിങ്ങൾ വെറുതെ ആലോചിച്ചേക്ക്, നമ്മളെ വാപ്പ അങ്ങനെ കിടക്കാൻ നേരത്ത് നമ്മളോട് അങ്ങനെ പറഞ്ഞു, മോളെ മൈമൂന, ഫാത്തിമ, വാപ്പാക്ക് ശ്വാസം കിട്ടുന്നില്ലടി, ഞാൻ മരിക്കാൻ പോകാന്നാ തോന്നണത്. വാപ്പാങ്ങൾ അങ്ങനെ പറയല്ലെന്നൊക്കെ പറഞ്ഞ നമ്മൾ വിളിച്ചു. അടുത്ത വാപ്പ, എനിക്കൊരു കാര്യം വെറുതെ തോന്നുന്നുണ്ടടി, ഞാൻ മരിച്ച അടുത്ത വിജയക്കാരൻ പണ്ടാരടങ്ങാൻ മരിച്ചാൻ നേരത്തെ ഇതാ പറയണ വയ്ക്കും. അപ്പൊ നമ്മള് ചിലപ്പം വാപ്പ മരിച്ചേണ്ടി വരില്ല, നമ്മളെ കൊണ്ട് തന്നെ അവിടുന്ന് തീരുമാനമാവും. നമ്മൾ എന്തുകൊണ്ടാണ്, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ കാരണം എന്താ ചിരിക്കാൻ കാരണം? മരിക്കുക എന്നുള്ളത് എന്തല്ലായിരുന്നു അവർക്ക്? ഭയല്ലായിരുന്നു. എന്തുകൊണ്ട് ഭയല്ല എന്ന് അറിയിച്ചോ നിങ്ങളെ? എന്തുകൊണ്ട് ഭയല്ല? ഞാൻ മനസ്സിലാകാൻ വേണ്ടിട്ട് എന്തുകൊണ്ട്, ഞാൻ ഈ ഒരു പോയിന്റ് മാത്രം പറയണേ. എന്തുകൊണ്ട് ഭയല്ല? നമ്മളെ പള്ളിന്റെ മുന്നിൽ റോഡില്ലേ, നിങ്ങളെ കാക്കാന്റെ കൂടെ ബൈക്കുമലോ കാർമലോ പോകുമ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പള്ളിന്റെ മുന്നിൽ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ട്, എഴുതിക്കോളി. പോലീസ് ചെക്കിംഗ് ഉണ്ട്. പോലീസ് ചെക്കിംഗ് റോഡിൽ ഇങ്ങനെ ഇവിടെ നടക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോ നമുക്ക് രണ്ട് ടീമിനെ കാണാം. ഒരു ടീമാണ് പോലീസ് പോണതും കാത്താണ്ട് ബടി ഇങ്ങനെ രണ്ട് ഭാഗത്തുണ്ടാവും. വണ്ടി ഇങ്ങനെ ഓഫാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോ നമ്മളെ ആപ്പളാരുണ്ടാവും, നമ്മളെ ബാക്കിലുണ്ടാവും, ഇങ്ങനെ നിൽക്കും. കാക്കാ പോണില്ലേ? ഇല്ല, മുന്നിൽ പോലീസ് ഉണ്ട്. പോലീസ് ചെക്കിംഗ് ഉണ്ട്, രണ്ട് ഭാഗത്തുണ്ടാവും ആൾക്കാർ നിൽക്കണ്. ഓലെന്തിനാ കാത്തിക്കണ്? പോലീസ് പോകാൻ നിൽക്കുകയാണ്. എന്താണ് ഒരു പോലീസിന്റെ മുന്നിൽ കൂടെ പോവാത്തത്? എന്താ പോവാത്തത്? ഒന്ന് ലൈസൻസ് ഉണ്ടാവില്ല, പുക ശരിയായിട്ടുണ്ടാവില്ല, ഇൻഷൂർ അടച്ചിട്ടുണ്ടാവില്ല, ബുക്കും പേപ്പറും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞ പോലീസിന്റെ മുന്നിൽ കൂടെ പോകാൻ പറ്റുന്ന രേഖകൾ ക്ലിയർ അല്ല, അല്ലേ? എന്നാൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ 10-100 ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കൂടെയാണ് ചില ആൾക്കാർ അങ്ങനെ കൂളായിട്ട് പോണ്. എന്തേ കാരണം? ഓലൊക്കെ ലൈസൻസ് ഉണ്ട്, വണ്ടിന്റെ ബുക്കും പേപ്പറും ഉണ്ട്, പുക ഉണ്ട്, ഇൻഷൂർ ഉണ്ട്, ഒരു ധൈര്യമാണ് പോലീസിന്റെ മുന്നിൽ കൂടെ പോകാം. ഇതാണ് നമ്മളെ മരണവും നമ്മളെ മരണപ്പേടി. നമുക്ക് എന്തുകൊണ്ടാ സ്വങ്ങളെ മരിക്കാനുള്ള പേടി അറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തുകൊണ്ടാ മരിക്കാനുള്ള ധൈര്യം അറിയോ? സന്തോഷം അറിയോ? പടച്ചോൻ ചോദിക്കുക, മൻ റബ്ബുക മാ ഇമാമുക വമൻ നബിയുക തുടങ്ങിയ ഖബർ മുതൽ പരലോകം വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം റെഡിയാണ്. റെഡിയാക്കി വെച്ചിട്ടാ ദുനിയാവിടെ ജീവിച്ചിരിക്കണത്. സുബഹി മുതൽ റെഡിയാക്കാണ്, മരിക്കുന്നുള്ള ബോധത്തിൽ റെഡിയാക്കാണ്. അപ്പോ ഒരു ദിവസം മരിക്കുകയാണെന്ന് പറഞ്ഞ പേടില്ല. നമ്മൾ നിസ്കാരം റെഡിയാണെങ്കിൽ സക്കാത്ത് ഒരു ഭാഗത്ത്, സക്കാത്ത് റെഡിയില്ലോന് ഉമ്മാണ്ട് തെറ്റിയാണ്ട് മറ്റൊരു ഭാഗത്ത്, ഉമ്മാണ്ട് തെറ്റിയോന് ഭർത്താവിന്റെ വാപ്പാണ്ട് ഉമ്മാണ്ട് കച്ചറുണ്ടാക്കിയിട്ട് വേറൊരു ഭാഗത്ത്. അവിടെ ശരിയാകാന് ബാക്കി ഈബത്തും നമീമത്തും ഓരോ ഭാഗങ്ങളിൽ. ചിലത് പുകക്കോയൽ ശരിയില്ല, ചിലത് ഇൻഷൂർ ശരിയില്ല, ചിലർക്ക് ലൈസൻസ് ശരിയില്ല, ചിലർക്ക് ജീവൻ തന്നെ വണ്ടി തന്നെ ശരിയില്ല, കട്ടെടുത്ത വണ്ടിക്കാരം. പോകാൻ പേടിയാണ്, രണ്ട് ഭാഗത്ത് നിർത്തും. എന്നിട്ട് നമുക്ക് മരിക്കാൻ പേടി. ഒറ്റ കാരണം നമ്മളെ മരിക്കാനുള്ള പേടി നമ്മുടെ ആരാധനയിലോ പടച്ചോനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലോ അള്ളാഹ്ക്ക് ഇഷ്ടല്ലാത്തത് നിലനിൽക്കുന്നു, വേറൊന്നുമില്ല. ഒരു സംഭവം കൂടി പറയാം. ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹും പള്ളിക്കെന്ന് കുത്തൊണ്ടിട്ടാ മരിച്ച്, റളിയല്ലാഹു അൻഹും അജ്മഈൻ. അലി റളിയല്ലാഹു അൻഹുവിന് കുത്തുകൊണ്ടു. ഓക്കെ, രക്തം പുറത്തേക്ക് വന്നു, കുടൽമാല പുറത്തേക്ക് വന്നു. രണ്ട് കൈകൾ കൊണ്ടും കുടൽമാല ഉള്ളിലേക്ക് ഇട്ടിട്ട് രക്തം മണൽത്തിട്ടയിലേക്ക് ഊർന്നിറങ്ങി. കണ്ണുകൾ ഇങ്ങനെ ദുനിയാവെന്ന് പോകാന്ന് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഇമ വെട്ടുമ്പോ അലി റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ വാക്കുകളിൽ ഒന്നെന്താ അറിയന്മാര്? എന്താ അറിയോ? നജാ അലി, അലി രക്ഷപ്പെട്ടു, അലി രക്ഷപ്പെട്ടു. എന്താ നിങ്ങൾ രക്ഷപ്പെട്ടു പറഞ്ഞാല്? ദുനിയാവ് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ദുനിയാവ് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ഞാൻ ഇത്രയും കാലം നിസ്കരിച്ചത് സ്വർഗം കിട്ടാനേനി, ഞാൻ ഇത്രയും കാലം ദീനിയായി ജീവിച്ചത് സ്വർഗം കിട്ടാനേനി, ഞാൻ എന്റെ കുട്ടിയാക്ക് കൊടുക്കേണ്ട പൈസ എടുത്ത് ഞാൻ ദാനധർമ്മം നടത്തിയ സ്വർഗം കിട്ടാനേനി, ഞാൻ എന്റെ ഒഴിവ് സമയം ഉണ്ടാക്കി ദീനിന്റെ കാര്യത്തിനിറങ്ങിയ സ്വർഗം കിട്ടാനേനി, ഞാൻ എന്റെ കുടുംബത്തിൽ പല ഹറാമൊന്നും മാറി നിന്ന് നോ പറഞ്ഞത് സ്വർഗം കിട്ടാനേനി. പടച്ചോനെ, ഇതാ ഈ കുത്തോടുകൂടി, ഈ രക്തം താഴെ കൊടുക്കുന്നതോടുകൂടി ഞാൻ എന്തിനാണോ അധ്വാനിച്ചത് അത് കിട്ടാൻ വേണ്ടി പോകുകയാണല്ലോ. നജാ അലി, അലി രക്ഷപ്പെട്ടല്ലോ. ഇത് നമുക്ക് പറയാൻ കഴിയോന്ന് ഓരോ ഉമ്മാരും പ്രസംഗിക്കണം. ഞാനും ആലോചിച്ച് നമുക്ക് മനസ്സിലാവും നമ്മളെ റൂട്ട് സ്വർഗത്തിന്റെ വഴിയിലാണോ? അല്ല,
എന്നാണ് ഉത്തരമെങ്കിൽ സൗങ്ങളെ പേപ്പർ എടുത്ത് എഴുതി വെക്കൊണ്ടി. നമുക്ക് പേടി എന്തുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടി? ഒന്ന് എഴുതാണ്ടാവും. ഞാനൊരു ആശുപത്രിയിൽ എന്റെ വല്യപ്പ അസുഖമായി കിടന്നപ്പോഴേ മലപ്പുറം ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ ICUല് ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് ഞാൻ പഠിക്കുന്ന സമയമാണ്. ഞാൻ നിർത്തിയിരുന്നു. വല്യപ്പാന്റെ ശരീരത്തിൽ ഇടക്കിടക്ക് ഈ ബോഡി സ്പ്രേ ഒക്കെ അടിക്കണം, കുറച്ച് പ്രയാസമായിരുന്നു. അപ്പൊ അന്ന് ICUല് ഇപ്പോഴത്തെ പോലെ ഇങ്ങനത്തെ സംഗതിയല്ല. നമ്മുടെ കർട്ടൻ ഇട്ടാണ്ട് ഇങ്ങനെ വലിക്കല് 2-3 ആളുകൾക്ക് ഉണ്ടാകുമ്പോ ഇങ്ങനെ കർട്ടൻ ഇട്ടാണ്ട് ഇനി വരുന്നത്. അപ്പൊ അപ്പുറത്ത് നമുക്ക് കാണും, ഇടക്കിടക്ക് കാണും. അപ്പൊ അന്നാണ് ഞാൻ ഇങ്ങനെ ഇടക്ക് വല്യപ്പാന്റെ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവും. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് പ്രായമുള്ള, കുറച്ചൊക്കെ താടിയുള്ള ഒരു ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അദ്ദേഹം ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അതങ്ങനെ വലിക്കുക. ഞാൻ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താകുന്നു നേർക്ക് നേരെ കാണുക. ശ്വാസം ഇങ്ങനെ കിട്ടാൻ അങ്ങനെ വലിക്കുക. ഞാനങ്ങനെ ആലോചിക്കട്ടോ, ഈ പ്രപഞ്ചം മുഴുവൻ ശ്വാസം ഉണ്ട്, ഇവിടെ മുഴുവൻ ശ്വാസം ഉണ്ട്, അദ്ദേഹത്തിന് ഇത്ര കിട്ടിയാൽ മതി. പക്ഷെ അത് കിട്ടാൻ പടച്ചോന്റെ തൗഫീക്കിൽ കഴിയില്ല. അദ്ദേഹം വലിക്കുമ്പം ശ്വാസം എടുക്കുമ്പോ നെഞ്ചിങ്ങനെ കട്ടിൽമെന്ന് ഇങ്ങനെ പൊന്തി കിട്ടുമ്പോ ബെഞ്ചിമക്ക് കട്ടിൽമക്ക് ബോഡി ഇങ്ങനെ ടക്ക് എന്നാണ് അടിക്കുക. അടുത്ത ശ്വാസത്തിന് പൊന്ത വലിച്ചിട്ട്. അപ്പൊ ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുറത്തു പോയിട്ട് സാധനം ഇങ്ങനെ വാങ്ങി പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ICUന്റെ പുറത്തില്ലേ, ICUന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് മക്കളും കുടുംബക്കാരും എളാപ്പാരും ഏട്ടന്മാരൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഉണ്ട്. അവരുടെ സംസാരം ഞാൻ ഇങ്ങനെ പതിയെ കേൾക്കുകയാണ്. ആ സംസാരത്തിന്റെ രത്ന ചുരുക്കം പറഞ്ഞാ ഒരിങ്ങനെ നിന്നിട്ട് ഒരാൾ പറയാൻ, ഇക്കാക്ക അങ്ങേറ്റം എത്തിയെന്നാണല്ലേ ഡോക്ടർ പറയണത്, എന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ എടുക്കും ഒരാള്. പിന്നെ താത്താനോടും കാക്കാനോടൊക്കെ ഇക്കാക്ക തെറ്റിയിട്ടാണ് മരിച്ചു പോണത്. അതാണിപ്പോ ഒരു പേടിയും ബേജാറും. സാരല്ല, എന്തെങ്കിലുമൊക്കെ അള്ള പുറത്തു കൊടുക്കുക ഇക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സംസാരം മുറുകണില്ല. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ്. കാണാൻ വേണ്ടി വന്ന ആളുകളോട് ഇദ്ദേഹം സലാം പറഞ്ഞിട്ട് കാലായി, മിണ്ടിയിട്ട് കാലായി, വീട്ടിക്ക് വിളിച്ചിട്ട് കാലായി, മടക്കിയിട്ട് കാലമായി. അവര് കാണാൻ വരുമ്പം ഇദ്ദേഹത്തിന് എഴുന്നേറ്റിക്കാൻ പോയിട്ട് ബോധം നേർക്ക് നേരല്ല. ഞാനപ്പോ ആലോചിച്ചത് ആരാ രസങ്ങളെ? ആ കിടക്കണ മനുഷ്യനെയാണ്. ആ മനുഷ്യൻ നമ്മളാന്ന് എഴുതിക്കോളി. ഞാനും നിങ്ങളാണ് കിടക്കുന്നത്. നമ്മൾ ദുനിയാവെന്ന് പലരോടും തെറ്റിയിട്ടും സലാം പറയാതെയും കല്യാണത്തിന് വിളിക്കാതെയും ഒച്ചമ്പുളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം അറ്റാക്ക് വന്ന് ആശുപത്രിയിലായി, നെഞ്ചുവേദന ആശുപത്രിയിലായി, സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലായി. നമ്മൾക്ക് ഏകദേശം ഡോക്ടർമാരുടെ സംസാരത്തിൽ നിന്നും അവിടുത്തെ ആശുപത്രി അന്തരീക്ഷത്തിൽ മനസ്സിലാകുകയാണ്, പടച്ചോനെ അധികം ഒന്നും എനിക്ക് ഉണ്ടാവില്ല, ഞാൻ പോകുകയാണല്ലോ എന്ന് ബോധ്യപ്പെടുമ്പം നമ്മുടെ മുന്നിലൂടെ ICയുടെ ഗ്ലാസ്സിലൂടെ പുറത്ത് നമ്മൾ കാണും നമ്മൾ തെറ്റി നിന്നവർ, സലാം പറയാത്തവർ, മടക്കാത്തവർ, നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തവർ. അവരെങ്ങനെ കാണുമ്പം ആശുപത്രി കിടക്കിന്ന് നമുക്ക് എന്തോർമ്മ വരും അറിയോ? ഖുത്ബ അങ്ങനെ ഓർമ്മ വരും. എന്തോർമ്മ വരും? ലാ യദ്ഖുൽ ജന്നത ഖാതിഉ റഹ്മിൻ, ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞു മരണപ്പെട്ടു പോയവന് സ്വർഗല്ല എന്ന ഹദീസ് മിമ്പർമെന്ന് 10 കൊല്ലം മുമ്പ് കേട്ടത് ആശുപത്രി ബെഡുമെന്ന് ഓർമ്മ വരും. മനസ്സിൽ ബേജാറാവും, പടച്ചോനെ ഈ കിടത്തത്തിലെങ്ങാനും ഞാൻ മരിച്ചാൽ, സലാം പറയാത്തതിന്റെ പേരിൽ, ബന്ധം ഊട്ടിയുറപ്പിക്കാത്തതിന്റെ പേരിൽ, മിണ്ടാത്തതിന്റെ പേരിൽ, അവരോട് ഞാൻ കണിശമായിരുന്നതിന്റെ പേരിൽ പടച്ചോനെ ഞാൻ നരകത്ത് പോകോ എന്ന് കയ്യും കാലും പറക്കാൻ തുടങ്ങും. ഗ്ലാസിന്റെ അപ്പുറത്ത് തെറ്റോലെ കാണും, മനസ്സ് കൊതിക്കും, അവരൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ അവരോട് മാപ്പ് പറയുമായിരുന്നു. വേണ്ട, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു. സഹോദരങ്ങളെ, കയ്യ് വറക്കും, കാല് വറക്കും, ചുണ്ട് വറക്കും, കണ്ണിന്ന് കണ്ണീര് വരും, മനസ്സ് കൊതിക്കും, അള്ള അനങ്ങാൻ അയക്കൂല. അവിടെ കിടന്നാണ് മരിക്കും. ആ മരിക്കാനാണ് നമുക്ക് പേടി. എന്താ പേടി? ആയത്ത് കേട്ടു, ജീവിതത്തിൽ ചെയ്തില്ല, അത് മരിക്കാൻ നേരത്തെ ഓർമ്മ വരും, പേടിച്ച് വറച്ചു മരിക്കും. എന്താ പരിഹാരം? എന്താ പരിഹാരം? അള്ളയും റസൂലും പറഞ്ഞൊരു കാര്യം ബോധപൂർവം തെറ്റ് ജീവിതത്തിലില്ല എന്ന് ഉറപ്പിച്ച് ജീവിക്കുക. അതിന്റെ മുകളിൽ ഒരു ഈഗോ ഇല്ല.
സ്വർഗത്തിന്റെ മുകളിൽ ഒരു ഈഗോ അല്ല. സ്വർഗത്തിന്റെ മുകളിൽ ഒരു ഈഗോ അല്ല. സ്വർഗത്തിന്റെ മുകളിൽ ഈഗോ വന്നാൽ അവൻ നരകത്തിക്കാണ്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ലഅന വലഹും അസ്ഉദ്ദാർ. അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, മലക്കുകളുടെയും മുഅ്മിനുകളുടെയും ശാപമുണ്ടാകും, അവർക്ക് പരലോകത്ത് നരകവും ഉണ്ടാകും. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ലാസ് നിന്ന് എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പണ്ട് പ്രവാചകന്റെ ക്ലാസ് ഏകദേശം കഴിഞ്ഞ് നബി ചോദിച്ചു, അബൂ ഹുറൈറ എവിടേക്കാടാ ക്ലാസിന്റെ ഇടയ്ക്ക് പോയിന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി ഞാൻ എന്റെ അമ്മോനോട് തെറ്റിക്കേനി. പക്ഷെ നിങ്ങൾ ആയത്തോതിയില്ലേ, ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകും, മലക്കാളെ ശാപം ഉണ്ടാകും, അവർക്ക് പരലോകത്ത് നരകമുണ്ടാകും. പ്രവാചകരെ, അമ്മാവൻ എന്നോട് ഇങ്ങോട്ട് തെറ്റിയതാണ്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പടച്ചോ പ്രവാചകരെ, ഞാൻ അങ്ങോട്ട് പോയി സലാം പറഞ്ഞു. കാരണം എന്റെ സ്വർഗം എനിക്ക് പ്രിയപ്പെട്ടതാണ്, എന്റെ നരകമോചനം എന്റെ ആവശ്യമാണ്. മൂപ്പരല്ലേ പറയേണ്ടത്, മൂപ്പരല്ലേ മുതിർന്നത്, മൂപ്പരല്ലേ ഇങ്ങോട്ട് തെറ്റിയത്, മൂപ്പരല്ലേ ആദ്യം പറയേണ്ടത് എന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല പടച്ചോനെ പ്രവാചകരെ. കാരണം അള്ളാഹുവിന്റെ ശാപം കിട്ടാനാണെങ്കിൽ പിന്നെ എന്തിനാ അബൂ ഹുറൈറ നിസ്കരിക്കണത്? അള്ളാഹു പരലോകത്ത് നരകത്തിലേക്ക് ഇടാനാണെങ്കിൽ പിന്നെ എന്തിനാ അബൂ ഹുറൈറ തഹജ്ജുദ് നിസ്കരിക്കണത്? അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ ഒന്നുങ്ങൾ അങ്ങോട്ട് പോയി ഞാൻ ആലിംഗനം ചെയ്ത് സലാം പറഞ്ഞു പോന്നു. അവർക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടാവും. നമുക്ക് എന്തുകൊണ്ടറിയോ? നമ്മൾ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ, മൈമൂനാത്ത നമുക്ക് ഫാത്തിമാത്താനോട് നിങ്ങൾ തെറ്റിക്കല്ലേ, നമുക്കൊന്ന് പോയി സലാം പറയട്ടെ, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഫാത്തിമാനോട് മുണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗം തൽക്കാലം മൈമൂനാക്ക് വേണ്ട. നബീസാനോട് നമുക്ക് പോയിട്ട് സലാം പറയല്ലേ, റമദാനൊക്കെ അല്ലേ, അല്ലെങ്കിൽ നരകം കിട്ടും. നബീസാനോട് തെറ്റിയിട്ട് കിട്ടുന്ന നരകം തൽക്കാലം മൈമൂന സഹിച്ചു. അതന്നെ നമുക്ക് പേടി. നമ്മളാരെന്താ അറിയോ, സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ കടലുട്ടായിരുന്ന മാതിരി അല്ല അങ്ങനെ തരിക, നരകം എന്ന് പറഞ്ഞാൽ ഉസ്താദ് ചന്തിക്കടിച്ചിന മാതിരി ഇങ്ങനെ അടിക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആ വർത്താനം പറയണത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അങ്ങനെ വർത്താനം പറയണത്. നരകം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ബേജാറുണ്ടാണ്ടേ, ആ ബേജാറ് മനസ്സിലുണ്ടാകണം, മനസ്സിൽ ആഗ്രഹം ഉണ്ടാകണം. ഒരൊറ്റ ഭാഗമാണ് റമദാൻ വരികയാണ്, ബന്ധം ശരിയാക്കേണ്ടവര് ശരിയായിക്കോട്ടോ. തെറ്റ് അവനാന്റെ ആരാധന പോലും അള്ളാഹു സ്വീകരിക്കൂല. ഞാൻ ഉമ്മാരുടെ ശരിക്ക് പറയും, ഉമ്മാരെ മരിക്കാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിൽക്കരുത്. പ്രവാചകന്റെ വാക്കുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ അമല് സ്വീകരിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പ് വെച്ച് ഒരാഴ്ചയിലെ അമലുകൾ അള്ളാഹു ഉയർത്തുകയും നമ്മുടെ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്ന 2 ദിവസമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ 2 പേരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയോ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയോ ചെയ്യുകയില്ല. സഹാബാക്കൾ നബിയെ ചെയ്തിട്ടും സ്വീകരിക്കൂലെന്നോ? ചെയ്തിട്ടും സ്വീകരിക്കൂല. പ്രാർത്ഥിച്ചിട്ടും പാപം പൊറുക്കൂലെന്നോ? പ്രാർത്ഥിച്ചിട്ടും പാപം പൊറുക്കൂല. എന്തേ പ്രവാചകരെ? കാരണം അഖവാനി മുത്തസ്വാരിമാനി, ഓലങ്ങട്ടും ഇങ്ങോട്ടും സലാം പറയാത്ത ചങ്ങായിമാരാണ്. അവർ തിരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് വരെ, ദീനിയാകുന്നത് വരെ അമലും സ്വീകരിക്കൂല, പാപമോചനം സ്വീകരിക്കൂല. സോളെ തിരുത്തുക. ഞാൻ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു. മരിക്കാൻ ധൈര്യം ഉണ്ടാണെങ്കിൽ, ഒന്ന്, ഒരു മനുഷ്യനോടും പകയോ വിദ്വേഷമോ തെറ്റോ ആയിട്ട് ജീവിക്കരുത്. അങ്ങോട്ട് പോയി സലാം പറയുന്ന ബന്ധമെങ്കിലും, ഞാൻ പറഞ്ഞത് മിനിമം മടക്കുന്ന ബന്ധമെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, തിരുത്താനാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പം അറിഞ്ഞുകൊണ്ട് ഖുർആനിനെതിരായി ജീവിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത്. ഞാൻ ഈ പറയാൻ കാരണം എന്താ അറിയോ? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്ത് ഭർത്താക്കന്മാർ രാവിലെ ജോലിക്ക് പോകും. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും, ഇക്കാക്ക നിങ്ങൾ ജോലിക്കാണ്, പൈസക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയാം, അതിന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ എന്നറിയാം.
പക്ഷെ ഒറ്റ കാര്യണ്ട് കാക്ക, അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ജോലി വിചാരിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ, ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഞങ്ങൾ പട്ടിണി കിടക്കുകയോ പച്ചവെള്ളമോ കാരക്കയോ തിന്ന് ജീവിച്ചോളാം. പക്ഷെ ഹറാമായൊരു പൈസ ഞങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടുവരരുത്. ഭാര്യയും കുട്ടികളും പട്ടിണി കിടക്കാണല്ലോ എന്ന് കരുതിയിട്ട് അള്ളാഹ് നിരോധിച്ചൊരു പൈസ വീട്ടിൽ കൊണ്ടുവരരുത്. കാരണം നരകത്തിന്റെ തീജ്വാല ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇതാണ് സഹാബി വനിതമാർ ഭർത്താക്കന്മാരോട് പറയാറ്. അതുകൊണ്ടാണ് രണ്ട് കൂട്ടർക്കും മരിക്കാനുള്ള ധൈര്യവും. അതിന് മരിക്കുമ്പം അള്ളാഹ് നിരോധിച്ചൊരു പൈസയും അവരുടെ കയ്യിലില്ല. ഞാൻ എന്റെ സഹോദരിമാരോട് ചോദിക്കണ്, സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോവുക, ഇങ്ങോട്ട് കിടക്കുമ്പം കിടക്കണ ബെഡ്റൂമിന്റെ മുകൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വീട് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അള്ളാഹനെ സാക്ഷിർത്തി ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, അള്ളാഹുവേ, അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ എന്റെ ഇക്കാക്കാന്റെ വണ്ടിയിൽ ഇവിടുത്തെ ഹോം അപ്ലയൻസിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ പടച്ചോനിഷ്ടല്ലാത്ത പൈസ എന്റെ നാവ് കൊണ്ടും എന്റെ പ്രവർത്തനം കൊണ്ടും ഇക്കാക്കാനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് തൗഹീദും ആരാധന നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണ്. അല്ല ഈ വണ്ടിയും ഈ വാഹനവും ഈ വീടും ഈ പഠനവും വീട്ടിലത്തെ സാധനവും അള്ളാഹ് നിരോധിച്ച പലിശ നമ്മുടെ നാവ് കൊണ്ടാണ് വന്നതെങ്കിൽ, അള്ളാഹ് നിരോധിച്ച സമ്പത്ത് നമ്മുടെ ഇടപാട് കൊണ്ടാണ് വന്നതെങ്കിൽ, അള്ളാഹു നിരോധിച്ച മാർഗത്ത് കൂടെ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയാലും പ്രശ്നമില്ല എന്ന് നമ്മുടെ നാവ് കൊണ്ടാണ് വന്നതെങ്കിൽ, സഹോദരങ്ങളെ, നല്ല പേടിയും ബേജാറും ഉണ്ടായിക്കോളി. പരിഹാരം എനിക്കത് ഞാൻ എന്തിനങ്ങനെ പറഞ്ഞാലോ, റമദാൻ ഒരു മാസമുള്ളൂ, തിരുത്തിയിട്ട് റമദാനക്ക് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാണ്. എത്ര നിസ്സാരമായിട്ടാണ് സഹോദരിമാരെ പലപ്പോഴും സാമ്പത്തിക മേഖലയിൽ നമ്മളൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ ഇന്നാളൊരു ക്ലാസ് പറഞ്ഞു, എനിക്ക് ഭയങ്കര അത്ഭുതം. എന്റെ പള്ളിക്ക് ജുമാനിട്ടേ കുറച്ച് മുമ്പാണ് ഒരു കാക്ക ഇങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഞാൻ സലാമൊക്കെ പറഞ്ഞിട്ട് പോവുക. അന്ന് സ്കൂൾ അവധിയാണ്. അപ്പം ജുമാക്ക് ശേഷം കുറച്ചേരം ഇങ്ങനെ പള്ളിക്ക് നിന്നു. അപ്പൊ ഒരു ആളുണ്ട്, എല്ലാവരും സലാം പറഞ്ഞു പോയി. ബാക്കില് ഇരുന്ന് നിസ്കരിക്കാനുള്ളവർക്ക് ഒരു പടിയുണ്ട്. ആ പടിമുണ്ടൊരു കുഴപ്പമില്ല 10-50 ഒരു 40 ആ ഒരു പ്രായമുള്ളൊരു കാക്കണ്ട് ഇങ്ങനെ ഒരു കവറും പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ഗ്ലൂമി മുഖാണ്, ഒരു വിഷാദമായൊരവസ്ഥ. അപ്പൊ ഞാൻ ചെന്ന് സലാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പോരെന്ന് ചോദിച്ചു. ഇല്ല മൗലവി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ വീട്ടിൽ പോവാത്ത? ഒന്നുമില്ല, എനിക്ക് നരകത്ത് പോകുന്നൊരു പേടിയുണ്ട്. അപ്പൊ അതൊരു സാധാരണ വർത്താനല്ലല്ലോ, ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായ വാക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം എന്താ അറിയും? ഞാൻ പുറത്തേക്ക് ഇറങ്ങാന്ന് ചോദിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്, നരകത്ത് പോകുന്ന പേടിയാണ്. അപ്പൊ എന്താ സംഗതി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം, പോലും ഞാൻ കുറച്ചാലും ഗൾഫിലുണ്ടായി, കുറച്ച് കടക്ക് വീട്ടി, ഞാനൊരു കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലം വാങ്ങി 10-12 സെന്റ് അത്ര വാങ്ങി ഒരു വീട് ഇങ്ങനെ വെച്ചു. ഇപ്പൊ ഞാൻ നിർത്തി, മക്കളെയും കുടുംബത്തിന്റെ ഒക്കെ ഇങ്ങനെ ഇവിടെ ചെറിയൊരു ജീവിക്കാനുള്ളൊരു വരുമാനം കിട്ടുന്ന സംഗതി ഞാൻ അങ്ങനെ ജീവിക്കാണ്. അപ്പം ഭാര്യക്കും കുട്ടികൾക്കും അടുക്കളയും പഠനസ്ഥലവും കുറച്ചൊരു ഇത് പോരാ, വിസ്താരം പോരാന്നുള്ളതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ അടുക്കളയും വീടിന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയും അതൊന്ന് പൊളിച്ചിട്ട് രണ്ടാമതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാനൊന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാന് കണ്ടു. ആ പ്ലാനിന്റെ ഭാര്യനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും, അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഏകദേശം ഞാൻ ഒരു ധാരണയാക്കി. അതിന്റെ എസ്റ്റിമേഷൻ ഒരു 10-12 റുപ്യ വരും ഏകദേശം ഒന്ന് ആകാന് എന്ന് പറഞ്ഞു. ഞാൻ അതുമായിട്ട് എഞ്ചിനീയർ എടുത്ത് പോയി വർക്ക് ഏകദേശം ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനമായി. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോണ്ട് വീട്ടില് ഭാര്യന്റെ ആങ്ങളമാർ, എന്റെ ഏട്ടനോ അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഞാൻ കയറിയെന്ന് ഞാൻ സലാം പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എന്തേ? എന്നോട് ഫസ്റ്റ് ചോദ്യം, അനക്കെന്താ പിരാന്താണോ? അപ്പൊ എനിക്കെന്താ മൗലി മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? ഈ എന്താ വീട് പൊളിച്ചാണ്ട് എന്തൊക്കെ ഇങ്ങനെ മാറ്റുണ്ട്? അതെ, ഞാൻ അങ്ങനെ ഭാര്യക്കും ബൽക്കൊന്നും സൗകര്യമില്ല, അപ്പൊ ഒന്ന് വിശദമാക്കാൻ വേണ്ടി പോകാം. എന്നിട്ട് എന്താ അടുക്കള ഇത് മാത്രമേ പൊളിക്കണുള്ളൂ? അപ്പൊ ഞാൻ പറഞ്ഞു, മൗലവി അതേ എന്റെയൊക്കെ പൈസ ഉള്ളൂ, 1000 ഓലൊക്കെ പാടെ കൂടിയിട്ട് പൊളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പൊളിക്കണം. ഒന്നാമത്തെ വർത്താനാണ്. അങ്ങനെ തുടങ്ങി ഒരു വിഷയം തുടങ്ങുക. അങ്ങനെയാണ്
പൊളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പൊളിക്കണം. അല്ല അവിടെ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടൊന്നും കാര്യമില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിച്ചുണ്ടാക്കണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ആഗ്രഹം അതാണ് മോലെ, എന്റെ ആഗ്രഹം അതാണ്. പക്ഷെ ഇന്ത്യക്ക് അത്ര പൈസ അല്ലല്ലോ, ഇന്ത്യക്ക് അത്ര പൈസ അല്ല, ഇന്ത്യക്ക് ഉള്ള പൈസ അതാണ്, ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അതിലുണ്ട് മൗലവി. ഇന്റെ മഫ്തയിട്ട് ജുമാക്കൻ എന്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, തുടങ്ങി നിങ്ങളൊരു ആയത്തും ഹദീസും, തുടങ്ങി നിങ്ങളൊരു ആയത്തും ഹദീസും. അതിനല്ലേ ഇവിടെ ബാങ്ക്, അതിനല്ലേ ഇവിടെ ലോണ്, അതിനല്ലേ ഇവിടെ പൈസ. ഇനി അപ്പോത്തിന് നിങ്ങൾ ഏതെങ്കിലും മൗലവിനോട് 10 മിനിറ്റ് ചോദിച്ചാൽ വോയിസ് ക്ലിപ്പാക്കിയിട്ട് എനിക്ക് അയച്ചാരാൻ നിൽക്കണ്ട. പൊളിക്കുകയാണെങ്കിൽ ഒന്നിച്ച് പൊളിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അവരൊന്നിച്ചിന്നോട് ഫൈറ്റ് ചെയ്തു. അവർ പ്ലാൻ വരച്ചിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നു, ഏകദേശ പ്ലാൻ ഇതാണ്. ഞാൻ ചോദിച്ചു അവരോട്, അവരെല്ലാവരും പ്ലാൻ എടുത്തിന്റെ മുന്നിൽ വെച്ചു. എന്നോട് പറഞ്ഞു, കയറ്റുകയാണെങ്കിൽ മൊത്തമായിട്ട് പൊളിച്ച് കയറ്റണം. അപ്പൊ ഞാൻ അവരോട് ആ പ്ലാന് കണ്ടിട്ട് ചോദിച്ചു, ഇതിന് എത്ര റുപ്യാവും? അതിനവരെന്നോട് പറഞ്ഞത് മിനിമം 35-40 ലക്ഷം റുപ്യാവും. അദ്ദേഹം പറയാണ്, മൗലവി ഞാൻ പറഞ്ഞു അവരോട്, എന്റെ കയ്യിൽ 5-8 റുപ്യ ഉണ്ട്, അത്ര എൻ്റെ കയ്യിലുള്ളത്. ബാക്കി ഞാൻ എൻ്റെ 10 സെന്റ് സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വിറ്റിട്ട് ഇതിലേക്ക് എടുക്കാന്നാണ് ഞാൻ കരുതി. കടം വാങ്ങുകയാണെങ്കിൽ അത് വീട്ടാനുള്ള സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്ഥലം വിൽക്കാനുള്ള കണ്ടീഷനിലാണ് ഞാൻ കടം വാങ്ങാൻ വിചാരിച്ചത്. 10-35 ലക്ഷം ഉറുപ്പ്യ അവരെന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞറിയ മൗലവി, സമ്മതിച്ചില്ല എന്റെ പെണ്ണുങ്ങളും കുടുംബക്കാരും. അദ്ദേഹം ബാക്കത്തെ കവറിൽ ഇങ്ങനെ എടുത്താണ്ട് പറഞ്ഞു, അത് ഞാൻ ബാങ്കിൽ നിന്ന് കൊണ്ടുതന്നെ 6 ലക്ഷം റുപ്യ. ഇനി മൗലവിങ്ങൾ പറയും, ഞാൻ എങ്ങനെ പള്ളിക്കന്ന് പുറത്തേക്ക് ഇറങ്ങും? പള്ളിക്കന്നെങ്ങാനും പുറത്തേക്ക് ഇറങ്ങി ഒരു വണ്ടി കുത്തി മരിക്കുകയാണെങ്കിൽ എവിടുക്കാ പോകാന്ന് എനിക്കറിയില്ലേ. ഞാൻ എങ്ങനെ പിന്നെ നിങ്ങൾ ചോറിന് വിളിച്ചാൽ കൂടെ പോരുക? ഞാൻ എൻ്റെ ഉമ്മാരോട് പറഞ്ഞു, ഉമ്മാരെ പച്ചയായ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് നോക്കണ്ടേ. ഞാൻ ഇങ്ങനെ പോയാൽ ഞാനിപ്പോ ഇങ്ങനെയാണ്, പക്ഷെ ഷാഹിദ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതാണല്ലോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇങ്ങനെ അല്ലല്ലോ അള്ളാന്റെ മുന്നിലേക്ക് പോവുക, ഇങ്ങനെ അല്ലല്ലോ പോണ്. ഞാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ എന്താന്നറിയണ പടച്ചോന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പം ആരും അറിയാതെ എന്റെ കുടുംബത്തിൽ പലിശയാകട്ടെ, ഹറാമായ സ്ത്രീധനാകട്ടെ, ബാക്കി എന്തായിക്കോട്ടെ, തട്ടിപ്പ് കൂടെ ഉണ്ടായതാകട്ടെ, ബാക്കിയുള്ള പണയത്ത് കൂടെ ഉണ്ടായി എന്തായിക്കോട്ടെ, ആ പൈസ ഞാൻ വഴിയാണ് ഉണ്ടായതെങ്കിൽ അത് പരിഹരിക്കാതെ സമയം നമുക്ക് ജീവിതത്തിൽ ഉറക്കം കിട്ടൂല, നമുക്ക് സമാധാനത്തിൽ മരിക്കാനും ധൈര്യം ഉണ്ടാവില്ല. കാരണം നമ്മളൊരു ഖുത്ബ കേട്ട നമ്മൾ നെഞ്ചിങ്ങനെ പടക്കും. എന്താ റസൂലുള്ള തിന്മ? നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും. എന്താ പ്രവാചകനെ നന്മ? നിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ഞാൻ അമ്മാട് ചോദിക്കാണ്, മര എന്ത് ന്യായം പറഞ്ഞിട്ടും നമ്മളെ വീട്ടിൽ ഒരു പലിശ കൊണ്ടുവരുമ്പോ നമ്മളെ മനസ്സിൽ റാഹത്ത് ഉണ്ടാലുണ്ടോ, തൃപ്തി ഉണ്ടാലുണ്ടോ? അതിനർത്ഥം എന്താ? നന്മയല്ല എന്നാണ്. അത് നന്മയല്ല. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന കുറ്റത്തിനോട് സമാനമാക്കിയ, അള്ളാനോടും റസൂലുള്ളാഹിനോടും യുദ്ധം ചെയ്യുന്ന കുറ്റമാക്കി മാറ്റിയൊരു സാധനം നമ്മൾ കാലക്രമേണ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കരുത്. തിരുത്തി മുന്നോട്ട് പോകണം. അള്ളാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. 2 മൂന്നാമത്തെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. 3 ഞാൻ റമദാൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ വിഷയം കൂടി പറഞ്ഞത്. 1, ബന്ധത്തിൽ ആരോടെങ്കിലും തെറ്റിക്കണമെങ്കിൽ സലാം പറഞ്ഞ് പുതുക്കേണ്ട ബന്ധങ്ങൾ ഉണ്ടാക്കുക. സലാം പറഞ്ഞ ബന്ധമെങ്കിലും നമ്മൾ നിലനിർത്തുക. തെറ്റിമരിക്കരുത്, ദയവേത് തെറ്റിമരിക്കരുത്. 2, നമ്മൾ വഴി ഒരു ഹറാമായ പൈസയും വീട്ടിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിക്കുക. ആര് പറഞ്ഞാലും നമ്മൾ ഒറ്റക്കാണ് ഖബർ കിടക്കേണ്ടത്. ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹുവിന്റെ മുന്നിൽ വന്നു നിൽക്കേണ്ടി വരിക എന്ന ബോധ്യമുണ്ടാകണം. ഒരു ന്യായീകരണ തൊഴിലാളികളും കൂടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. 3, പള്ളിയുമായി നമ്മുടെ ഹൃദയത്തിന് ബന്ധം അങ്ങേയറ്റം ആകണം. ഞാൻ ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലുണ്ടാകണം. നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞറിയോ, നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ഒരു സിസ്റ്റം എന്താന്ന് വെച്ചാൽ, ആരാധന, ഇബാദത്ത്, ഇങ്ങനത്തെ സംഗതികളിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ഹദീസൊക്കെ എന്നുള്ളത് പുരുഷന്മാരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്ന് സഹോദരിമാരും കരുതുന്നുണ്ട്. എനിക്ക് തോന്നലുണ്ട്. അർശിന്റെ 7 തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും ഹദീസിൽ ഇതില് 6 സ്ത്രീകൾക്ക് ബാധകൊള്ളൂ, 5 സ്ത്രീകൾക്ക് ബാധകൊള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോ?
ഏഴും ആർക്കൊക്കെ ബാധകമുണ്ട്? എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും ബാധകമുണ്ട്, എന്റെ വാപ്പാക്കും എന്റെ അമ്മാക്കും ബാധകമുണ്ട്, എന്റെ ആൺകുട്ടിക്കും എന്റെ പെൺകുട്ടികൾക്കും ബാധകമുണ്ട്. ഏഴും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടും. അതിലൊന്നെന്താണ്? ഖൽബുഹു അല്ലഖതും എന്താ ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം തൂക്കിയിട്ടവർ. അതിൽ ആരുണ്ടാണം? എന്റെ വീട്ടിലെ ഞാൻ, എന്റെ വാപ്പ, എന്റെ അനിയൻ, ഏട്ടൻ പോരാ, എന്റെ അനിയത്തിണ്ടാണ്, ഏട്ടത്തിണ്ടാണ്, എന്റെ അമ്മ ഉണ്ടാണ്, എന്റെ പെണ്ണുങ്ങളും ഉണ്ടാകണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം എന്താ? ജുമാ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ മനസ്സിൽ ബോധം ഉണ്ടാകണം. ജുമാ ഫർളാണോ നിങ്ങൾക്ക്? അല്ല, പുണ്യകരമാണ്, ഒരു സംശയമല്ല. പക്ഷെ നിങ്ങളെ മനസ്സിൽ അങ്ങനെ അത് മാത്രമല്ല ഉണ്ടാണ്ട്. പിന്നെ എന്താ ഉണ്ടാണ്ട് അറിയോ? പടച്ചോനെ, എന്റെ കാക്ക പരമാവധി 5 വക്തിനോ 3 വക്തിനോ പള്ളിക്കോ ഉണ്ട്, ആ കൂലി എനിക്ക് കിട്ടണില്ല. എന്റെ കാക്ക പള്ളിക്ക് പോകുമ്പോ അവിടെ കണ്ണാണാത്തൊരു മനുഷ്യൻ പാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ ഒരാഴ്ച 2-3 വട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കും, എനിക്കത് കിട്ടണില്ല. കാക്ക പള്ളി കമ്മിറ്റി മീറ്റിംഗിലുണ്ട്, പള്ളിന്റെ പ്രവർത്തനങ്ങളിൽ കാക്ക ഉണ്ട്, ഞാനല്ല, കാക്ക അതിന്റെ കൂലി കിട്ടും. മദ്രസ കമ്മിറ്റിയിൽ കാക്കുണ്ട്, കാക്കാനുള്ള ആൾക്കാർ അവിടെ നടക്കുന്ന ദഅ്വാ സ്ക്വാഡിന്റെ പൈസ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നും ഞാൻ അറിയണില്ല, പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോ അവരേക്കൊന്ന് വാങ്ങുന്നതാണ്. എന്റെ കാക്കാക്ക് ആ കൂലിയൊക്കെ ഉണ്ട്. പടച്ചോനെ, ഞാൻ അതേ വീട്ടില് അതേ കാക്കാന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ഒന്ന് ജീവിക്കാണ്, എന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചോ വ്യത്യസ്തമായ ദിവസങ്ങളിലോ മരിച്ചോ, കാക്കാന്റെ കൂടെ അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ എനിക്കെന്താ മാർഗം? അത് ആലോചിക്കുന്നിടത്താണ് മുജാഹിദ് പെണ്ണുണ്ടാണത്. അത് ആലോചിക്കുന്നിടത്താണ് മുഅ്മിനത്തായ പെണ്ണുണ്ടാണത്. അത് ആലോചിക്കുന്നിടത്താണ് തഖ്വയുള്ള സഹോദരി ജനിക്കുന്നത്. അതാണ് പ്രവാചകന്റെ അടുക്കലേക്ക് സഹാബി വനിതമാർ വന്നു, നബിനോട് ചോദിച്ചു. ആ ചോദ്യം പ്രസക്താണ്. നബിനോട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ ഭർത്താക്കന്മാർ, ശരിക്കും കേട്ടോണ്ട് അവരുടെ ചോദ്യം, ഞങ്ങളെ ഭർത്താക്കന്മാർ 5 വക്ത് പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും, ഞങ്ങൾക്ക് മാസമുറയുണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ വിചാരിച്ചാലും നടക്കൂല. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് പ്രായപൂർത്തിയെത്തി അവർക്ക് ബോധമുണ്ടായാൽ ഒരൊറ്റ നോമ്പ് അവർക്ക് ഒഴിവാക്കണ്ട, ഫുള്ളായിട്ട് എടുക്കാൻ കഴിയും, എഴുത്തിക്കാവിരിക്കാൻ കഴിയും, തറാവിക്കാൻ കഴിയും. ഞങ്ങൾക്ക് മാസമുറയുണ്ടാകുമ്പം വിചാരിച്ചാലും നടക്കൂല. അവർക്ക് ജിഹാദ് നിർബന്ധാണ്, ഞങ്ങൾക്ക് നിർബന്ധമല്ല. അവർക്ക് പള്ളിക്കോക്ക് നിർബന്ധാണ്, ജുമാ ഞങ്ങൾക്ക് നിർബന്ധമല്ല. പിന്നെ എങ്ങനെ നബിയെ ഞങ്ങൾ ഉക്കാക്കാർ ഒന്നിച്ചു സ്വർഗത്ത് പോവുക? ലിൽ ജന്നത്തി മിഅത്തു ദറജാത്ത്, സ്വർഗത്തിന് 100 കണക്കിന് തട്ടുകളുണ്ട്. അഫ്ളൽ ഹാലി മുജാഹിദിന ഫീ സബീലില്ലാഹ്, അത് ഏറ്റവും ഉന്നതമായ തട്ട് മുജാഹിദുകൾക്കുള്ളതാണ്. അതിലെങ്ങനെ നബിയെ ഞങ്ങൾ പോയിടുക? പ്രവാചകരെ, താങ്കൾ ഞങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ചോദിച്ചാ പോരാ, പിന്നെയോ ഫസ്അലു അൽ ഫിർദൗസ്, ഫിർദൗസിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പ്രവാചകനുള്ള തട്ടാൻ. നബിയെ, നിങ്ങളൊക്കെ ചെയ്യുമ്പം ഞങ്ങൾക്കിതാ അള്ളാഹു പ്രകൃതിപരമായി ഞങ്ങൾ എങ്ങനെയാ പഠിച്ചത്, പിന്നെ എങ്ങനെ നിങ്ങളെ തട്ടിൽ ഞങ്ങൾ എത്തുക? ഞാൻ ചോദിക്കാം ആത്മാർത്ഥമായിട്ട്, നമുക്ക് ഇങ്ങനെ ഇതുവരെ സംശയം വന്നിക്കണോ? ചോദിക്കണം അവിടെ, നമുക്ക് സംശയം വന്നിക്കണോ? നമ്മൾ ഇല്ലെന്നോ ഓവറാന്നില്ല കൊടുത്തിക്കാണ്. 2 വട്ടം അടുപ്പിച്ച് ജുമാക്കോയ മൈമൂനെ അടുപ്പിച്ച് ജുമാക്കോണ്ട് കുറച്ച് ഓവറാട്ടോ. 24 മണിക്കൂർ അങ്ങാടി പോയ ആ ഓവറൊന്നല്ല. ആഴ്ചയിലെ 6-7 ദിവസത്തിൽ 6 ദിവസം ഇവിടുന്ന് പുത്തനത്താണിയിൽ ജോലിക്കൊണ്ടിരിക്കും നമ്മളെ മകള്. 6 ദിവസം പുത്തനത്താണിക്ക് ഇവിടെ രാവിലെ പോകുന്നുണ്ട്. ആ ജോലിക്കടിയിൽ നിന്ന് അവിടുന്ന് ആള് പറയും നമ്മളെ മകളോട്, ഞായറാഴ്ച കൂടി വന്ന് ഇരട്ടി ശമ്പളം തരാം. നമ്മളെ മകള് 7ാമത്തെ ദിവസം പോയി. നമ്മളുമാര് പറയോ കുറച്ച് ഓവറാട്ടോ, ഒറ്റ ദിവസം പെരിയില്ല, 7 ദിവസം പഠിക്കുക, ഓവറാറില്ല. പിന്നെ ജുമാക്ക് ഒറ്റ പോയി, അഥവാ പിറ്റത്തെ ദിവസം ദുഹറിന് പോയാ മഫ്തൊക്കെ വലുതായി, പള്ളിക്കടക്കൊക്കെ കുറച്ച് ഓവർ, അത്രയൊന്നും വേണ്ടട്ടോ. അതാണ് നമ്മളെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. നമ്മളെ കാഴ്ച സഹാബി വന്നപ്പോൾ നബിനോട് ചോദിച്ചു, നബിയെ ഇതുകൊണ്ട് തികയില്ലല്ലോ. അപ്പോഴാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാ, ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ സതുദ്ദേശം വിചാരിച്ചാൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൂലി കുറയാതെ എങ്ങും കിട്ടും. ഇക്കാക്കാന്റെ ഡ്രസ് ഇസ്തിരിട്ട് കൊടുക്കുമ്പം പടച്ചോനെ കാക്ക ഇതുകൊണ്ട് ചെയ്യണം, നന്മക്ക് ഇരിക്കും കൂലി വരണം എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ ഇക്കാക്ക ചെയ്യുന്ന ആ കൂലിക്ക് നിങ്ങൾക്കും പ്രതിഫലം ഉണ്ടാകും. മകന്റെ ഡ്രസ്സ് നിങ്ങൾ ഇസ്തിരിട്ട് കൊടുക്കുമ്പോൾ അലക്കുമ്പോൾ പടച്ചോന് ഇതുവഴി അവൻ ചെയ്യുന്ന പുണ്യത്തിനേക്കും പങ്കുണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ പടച്ചോൻ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അതിനെന്താണ്? പ്രാകാതെ ഇസ്തിരിടണം. പ്രാകാതെ ഇസ്തിരിടണം. സാന്ദർഭികമായിട്ട് പറഞ്ഞു, വേറെ വിഷയം ആയതുകൊണ്ട് കൂടുതൽ പറഞ്ഞു നോക്കുകയാണ്. പ്രാകാതെ ഇസ്തിരിടണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ വിചാരിക്കും. 2 പ്രവാചക സല്ലല്ലാഹു നിങ്ങൾ തസ്ബീഹും തഹ്ലീലും വർദ്ധിപ്പിക്കണം. സഹാബി വനിതമാർ പിറ്റീസം തസ്ബീഹും തഹ്ലീലും വർദ്ധിപ്പിച്ചു. ഭർത്താക്കന്മാരിങ്ങനെ വരുമ്പോണ്ട് പെണ്ണുങ്ങൾ
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഭർത്താക്കന്മാരെ കാണുമ്പോൾ മുണ്ടൂല. കാരണം എന്താണ്? ഭർത്താക്കന്മാരുടെ കൂടെ എത്താൻ വേണ്ടി ചെയ്യാൻ അധിക നാൾ നീണ്ടൂല. കാരണം എന്താ? ഭർത്താക്കന്മാരെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഭർത്താക്കന്മാര് ഞാൻ വരുമ്പോഴേ എന്തൊക്കെയാ പറയണ്ടല്ലോ, ഞാൻ വന്നപ്പോ ഉണ്ടാക്കണ്ടല്ലോ, സംശയം തുടങ്ങും. അവൻ ഭർത്താക്കന്മാരോട് പറയേണ്ടി വന്നു, ഭാര്യമാർക്ക്, എന്ത് സഹാബി വനിതമാർക്ക്, ഞങ്ങൾ നബിന്റെ അടുക്കൽ പോയി നിങ്ങളപ്പോ സ്വർഗത്തേക്ക് എത്താൻ എന്താ വേണ്ടിയെന്ന് ചോദിച്ചു. അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും വേണ്ടി പറഞ്ഞു. ഭർത്താക്കന്മാര് തന്നെ ചോദിച്ചാണ് പിറ്റീസോറും ചെല്ലാൻ തുടങ്ങി. അപ്പൊ രണ്ടാള് ആണുങ്ങൾ പിന്നെയും മോൾ കയറി. പ്രവാചകൻ പറഞ്ഞു, സാരല്ലട്ടോ, നിങ്ങൾക്ക് ഓലപ്പം കൂലുണ്ടാവും, നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചല്ലോ. ഞാൻ ഞാൻ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ പള്ളിയായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകണം, ജുമാ നഷ്ടപ്പെടുത്തരുത്. ജുമാ നഷ്ടപ്പെടുത്തരുത് നിർബന്ധമായിട്ടല്ല, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ, അൽ ജുമാഅത്തു ഇലാ ജുമാ മുകഫറാത്തുൻ മാ ബൈനഹുന്ന, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഒരാഴ്ചയിലെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിക്കുന്ന ദിവസമാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച, ഞാൻ എന്റെ വാപ്പ, എന്റെ അമ്മ, എന്റെ പെണ്ണുങ്ങള്, എന്റെ മകള്, ഞങ്ങൾ 5 പേര് എന്റെ കാറില് ജുമാക്ക് പള്ളിക്ക് വന്നു. പിറ്റത്തെ വെള്ളിയാഴ്ച ഞാൻ എന്റെ വാപ്പ, എന്റെ അമ്മ പള്ളിക്ക് വന്നു, എന്റെ പെണ്ണുങ്ങൾ വന്നില്ല. എന്റെ വരാഞ്ഞ്? അത് തുടച്ചിട്ട് സിറ്റോട്ട് എത്തിയപ്പോ വാങ്ങിക്കൊടുത്ത്, അടുക്കള എത്തിയപ്പോ വാങ്ങിക്കൊടുത്ത്, പിന്നെ ചാറക്കായി തൂമിച്ചില്ല അപ്പോത്തിന് വാങ്ങിക്കൊടുത്ത്, പിന്നെ കാക്ക ഓട്ടർഷ വിട്ടുക്കണി ഞാൻ പോയി, കാക്ക വിട്ടില്ല, മറന്നു, ഞാൻ പോയില്ല. കാരണം തോത്തിയിട്ട് സിറ്റൗട്ട് തോത്താതെ പള്ളിയിൽ പോകണോന്ന് നരകണ്ട് എന്നുള്ളൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ല? അങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മളെ ആൾക്കാർ തന്നെ തോത്തി തുടങ്ങിയ പിന്നെ പൂർത്തിയാക്കണം, അതിന്റെ ഇടക്കിട്ട് പോയാൽ നരകം ഉണ്ടാവും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ തൂമിച്ചാതെ പള്ളിക്ക് പോയാൽ നരകം ഉണ്ടാവും. അങ്ങനെയൊക്കെ കരുതിക്കണേ. അങ്ങനെ തൂമിച്ചാലും ഒരു 1.5 മണിക്കൂർ ആണല്ലോ അല്ലെ? എണ്ണ പാർന്ന് കടുകിട്ട് ചീരുള്ളിട്ട് കരിയേപ്പിന്റെ ഇട്ടാണ്ട് അതിങ്ങനെ തൂമിച്ചാൽ 1.5 മണിക്കൂറാണല്ലോ, വന്നിട്ട് പറ്റൂലല്ലോ. സോ നമ്മളുടെ ഒരു ജുമാ മുടങ്ങണ സാധനം ഈ പറയണത് എന്താ സംഭവിക്കാറിയോ? 2 ആഴ്ച ആരൊക്കെ പോകണോ അടുപ്പിച്ചത് അള്ളാഹ് സ്വീകരിച്ചാൽ ആ ഒരാഴ്ചയിലെ പാപം മുഴുവൻ അള്ളാഹ് പൊറുക്കും. അത് ഈ വെള്ളിയാഴ്ച പോയി അടുത്ത വെള്ളിയാഴ്ച എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഒരാഴ്ചയിലെ പാപം നമ്മുടേത് പെൻഡിങ്ങിലാണ്. നമ്മൾ തീരുമാനിക്കണം, പടച്ചോനെ ആവതുള്ള കാലത്ത് ഞാൻ ജുമാ മുടക്കും, എന്റെ പാപമോചനത്തിന് വേണ്ടിയാണ്. നടക്കുന്ന ഓരോ സ്റ്റെപ്പിനും സൽക്കർമ്മം ചെയ്തതിന്റെയും പാപമോചനത്തിന്റെയും കൂലി എന്ന് മാത്രമല്ല, ഒരാഴ്ചയിൽ മുഴുവൻ പാപം പൊറുക്കും. ഏറ്റവും അവസാനം പറയാൻ ഇതന്നെ, സഹാബാക്കൾ ലോകത്തെ ഒരാഴ്ചയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണ് വെള്ളിയാഴ്ച. എന്നിട്ട് പോലും സഹാബാക്കൾ പറഞ്ഞു, ഓരോ വെള്ളിയാഴ്ച വരെ ഞങ്ങൾക്ക് പേടിയാണ്. ഇതിന്റെ ക്ലാസിന്റെ അവസാനം കേട്ടോ, ഓരോ വെള്ളിയാഴ്ച ശ്രേഷ്ഠമാണ്, പക്ഷെ ഓരോ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പേടിയാണ്. എന്തേ പേടിക്കാൻ കാരണം അറിയോ? പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞ സഹോദരിമാരെ നിങ്ങൾ കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞ മനസ്സ് ഇഷ്ടം കൊണ്ട് പറയട്ടോ. ഏതെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കെ ഒരു വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. പള്ളിയിലേക്ക് നടന്നുപോയി അതിന്റെ കൂലി വാങ്ങി, പള്ളിയിൽ പ്രവേശിച്ചതിന്റെ കൂലി വാങ്ങി, ഖുത്ബ കേട്ടതിന്റെ കൂലി വാങ്ങി, 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലി വാങ്ങി, ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി വാങ്ങി, ഖുത്ബയിൽ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ കേട്ട് അതിന്റെ കൂലി വാങ്ങി, ശേഷം അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ കൂലി വാങ്ങി. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ആ പള്ളിയിൽ വെച്ച് നമ്മൾ അന്ത്യനാൾ സംഭവിച്ച് മരിക്കുകയാണോ വേണ്ടത്? അല്ല. അവനവന്റെ വീട്ടിൽ അടുക്കളയിലോ സിറ്റൗട്ടിലോ ബെഡ്റൂമിലോ അവനവന്റെ ദുനിയാവിന്റെ ജോലി ചെയ്യുന്നതിനിടയിൽ മുകളിലത്തെ സ്ലാബ് തലയിലൂടെ വീണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണോ വേണ്ടത് എന്ന് ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും നമ്മൾ ആലോചിച്ചാൽ നമ്മൾ പോകും, പൈസ ഉണ്ടാക്കും, പോകാനേ പൈസ ഉണ്ടാക്കും. ഞാൻ പറയണത് എന്റെ വാക്ക് അവസാനം വീണ്, പള്ളിയായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാകണം. പള്ളിപ്പണി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് കൊടുക്കണം. മദ്രസന്റെ പണി കൊടുക്കാൻ കഴിയണം. പള്ളിക്ക് നമ്മളിങ്ങനെ വരികയാണ്, ബാത്റൂം ഉണ്ട്, കുറച്ചിങ്ങനെ സാരല്ല, പണിക്കാരൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, നമ്മളെ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പാർന്ന് ഒന്ന് തുടക്കാൻ പറ്റുമെങ്കിൽ അള്ളാന്റെ വീടാണ്, അതിന് അള്ളാന്റെ കൂലി ഉണ്ടാവും. പള്ളിനെ സ്നേഹിച്ചതിന്റെ കൂലി. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാന് മെല്ലെ മെല്ലെ ഇങ്ങനെ കറങ്ങാൻ നമ്മൾ നോക്കി, അത് ഒരു 3000 ഉണ്ടെങ്കിൽ നല്ലൊരു ഫാന് കിട്ടും, VLDCന് കിട്ടും. നമ്മൾ എടുത്താണ്ട് നോക്കി അവിടെ കമ്മിറ്റിക്കാരോട് ഒരു ഫാൻ ഇവിടെ വാങ്ങി വെച്ചോട്ടോ, ആ ഫാനിന്റെ അടിയിൽ നിസ്കരിക്കണം മുഴുവൻ ആളുടെയും കൂലി മരിക്കും വരെ നമുക്ക് കിട്ടും. അവിടുത്തെ കാർപ്പറ്റ് കുറച്ച് മോശമാണ്, ആൾക്കാർ വാങ്ങാൻ പിരിവിടുന്നുണ്ട്, ഇന്റെ കയ്യിലുള്ള ഒരു സാധനം ഞാൻ കൊടുക്കുക, അവിടെ എത്ര ആൾ സുജൂദ് ചെയ്യുന്നുണ്ടോ അത്ര ആളുടെ ഖബർക്ക് നമ്മൾ എത്തും. സഹോദരങ്ങളെ, ദീനുമായി പള്ളിയുമായി അവിടെ നടക്കുന്ന ദഅവത്തിൽ നമ്മൾ പങ്കാളിയായാൽ അവിടെ നടക്കുന്ന ജുമായുടെ, എഴുത്തിക്കാഫിന്റെ, തറാവീഹിന്റെ മുഴുവൻ കൂലി നമുക്ക് കിട്ടും. അതിനിടയിൽ നമ്മളെ മലക്ക് വന്ന് വിളിച്ചാൽ
മരിക്കാൻ നമ്മൾക്ക് ധൈര്യം ഉണ്ടാവും. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കാം. ആരുണ്ടാവില്ല എന്നുള്ള ബോധം ഖുർആൻ 1000 വട്ടം പറഞ്ഞുകണ്. ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. അള്ളാന്റെ മുന്നിലേക്ക് ചേരാകർമ്മം ചെയ്യാത്തവരായി, പരിപൂർണ നഗ്നരായി, അവനവൻ ചെയ്ത പാപത്തിന്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മുട്ടുവരെയോ കണങ്കാൽ വരെയോ അരവരെയോ കഴുത്തുവരെയോ വിയർപ്പിൽ മുങ്ങി അള്ളാന്റെ മുന്നിലേക്ക് ഒറ്റക്കാണ് വരിക. അവിടെ യൗമ തുബ്ല സറായിർ, മുഴുവൻ രഹസ്യങ്ങളും റൂമിലുള്ളതും ഫോണിലുള്ളതും അവനവന്റെ രഹസ്യ ജീവിതത്തിൽ ചെയ്തതും അള്ള പരസ്യമാക്കുന്ന ലോകത്തേക്കാണ് വരിക. അവിടെ വെച്ച് അള്ളാഹു നമ്മൾക്ക് സ്വർഗം പ്രഖ്യാപിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലയളവിൽ പരലോകത്തെ കുറിച്ച് ബോധ്യത്തിൽ ജീവിക്കണം. അപ്പോൾ നമ്മുടെ നമസ്കാരം മുടങ്ങൂല, നമ്മളുടെ ബന്ധങ്ങളിൽ നമ്മൾ വിള്ളൽ വരുത്താൻ സമ്മതിക്കൂല, നമ്മുടെ സമ്പത്തിൽ ഹറാമ് വരുത്താൻ സമ്മതിക്കൂല. പള്ളി എന്റെ സ്വർഗത്തിന്റെ കേദാരമാണ്, അർശിന്റെ തണലിന് കാരണമാകുന്ന കാര്യമാണ്. ബാക്കിയൊക്കെ എനിക്ക് കുറെ അധ്വാനിക്കണം, ഇത് ചെറിയ അധ്വാനം കൊണ്ട് കിട്ടുന്ന അർശിന്റെ തണലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പള്ളിയുമായി നമ്മുടെ ഹൃദയത്തിനെ ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ അള്ള നിരോധിച്ച ഒരു തെറ്റിനെയും നിസ്സാരമായി കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ജീവിക്കുമ്പോ അള്ളാഹു പറഞ്ഞ വാക്കാണ് ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി, അള്ളാന്റെ കോടതിയിൽ നിൽക്കണം എന്ന ഭയമുണ്ടാകുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സാഗ്രഹിച്ചിട്ടും കുടുംബം ആഗ്രഹിച്ചിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടും അള്ള നിരോധിച്ചൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവനാണ് അള്ളാഹു ഒരുക്കി വെക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നമേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുകയും അതിൽ ആരാധനാകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുകയും അതുവഴി റയ്യാൻ കവാടത്തിലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ബന്ധങ്ങൾ നന്നാക്കുവാനും ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും അവനവന്റെ ഹൃദയത്തെയും ജീവിതത്തെയും അള്ളാഹുവിന്റെ വീടുമായി ബന്ധിപ്പിക്കുവാനും കഴിയുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام